2023 അന്നത്തെ ആ ഒരു എൻ്റെ എൻ്റെ അല്ല, നമ്മുടെ എല്ലാവരുടെയും ഭാഷയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ നരനായാട്ട്, ആ ഒരു നരനായാട്ട് അരങ്ങേറിയിട്ട് 2 വർഷം പൂർത്തിയാകുന്ന ഒരു ദിവസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അന്ന് 2023 ഒക്ടോബർ 7-ാം തീയതി സിംഹ തോറ തിരുനാളിൻ്റെ ആ ഒരു നിശബ്ദതയിലും പ്രാർത്ഥനയിലും യഹൂദ മക്കളായിരുന്ന ഒരു ദിവസമായിരുന്നു അത്. അതേപോലെ തന്നെ ഈ കൂടാര തിരുനാളെന്ന് പറയുന്നത് ഒരു കാർഷിക വിളവെടുപ്പിന്റെയും ഒക്കെ ഒരു തിരുനാൾ കൂടിയാണ്. അപ്പൊ ഇവിടെ ഇസ്രായേലിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കഠിന മതവിശ്വാസികൾ, തീവ്ര മതവിശ്വാസികളും ഉണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള വിശ്വാസികളും ഉണ്ട്, അല്ലാതെയുള്ള സാധാരണക്കാരായിട്ടുള്ള യഹൂദ മതക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് സാബത്തൊന്നും ആചരിച്ചില്ലെങ്കിലും ഈ ഒരു വിളവെടുപ്പ് തിരുനാള് അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥ മാറ്റം, സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഈ ഒരു മാറ്റം, കാലാവസ്ഥയുടേതായ ഒരു മാറ്റം, അങ്ങനെയൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ പോകുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലേക്കുള്ള തുടക്കം ഒക്കെയുള്ള ഈ ഒരു സമയം. അപ്പൊ അന്നേ ദിവസം നോവ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഇവിടെ ഇസ്രായേലില് നമ്മുടെ ഗാസ ബോർഡറിൽ ഒരു സ്ഥലത്ത് ആഘോഷിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം യഹൂദ മക്കൾ മാത്രമല്ല, അറബിക്കായിട്ടുള്ള ആൾക്കാരും അല്ലാതെയുള്ള ആൾക്കാരും ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നോവ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, അതൊരു ഒരു ഒരു എന്താ പറയാ, ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു. ആ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾ പാരച്ചൂട്ട് വഴി വന്നിറങ്ങുകയും അവിടുന്ന് നിരപരാധികളായ ഒരുപാട് ആൾക്കാരെ വെടിവെച്ചും അല്ലാതെയും ഒക്കെ കൊലപ്പെടുത്തുകയും 260-ലേറെ പേരെ ആൾക്കാരെ ബന്ദികളായിട്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തത്. ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, ആ ഒരു ബോർഡർ ഏരിയകളിൽ ഉണ്ടായിരുന്ന കിബൂത്സുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് കിബൂത്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ്. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നതിനെയാണ് നമ്മൾ കിബൂത്സ് എന്ന് പറയുന്നത് ഇസ്രായേലിൽ. അപ്പോൾ ഗാസ ബോർഡറിലുള്ള ഒരുപാട് കിബൂത്സുകളിൽ അവർ കടന്നു കയറി, വീടുകൾ തോറും കടന്നു കയറി ഉറങ്ങിക്കിടന്നിരുന്ന ആൾക്കാരെയാണ് ഭയപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് തന്നെ വീടിന്റെ ഉള്ളിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയും തീ വെച്ച് കൊല്ലുകയും അതുപോലെ തന്നെ ഗർഭിണിയായ ഒരു അമ്മയുടെ വയറ് കീറി ഒരു കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്ന സംഭവങ്ങളുണ്ട്. പിഞ്ചു കുഞ്ഞിനെ നമ്മൾ ഭക്ഷണമൊക്കെ ചൂടാക്കുന്ന മൈക്രോ ഓവൻ്റെ കരിച്ച് കൊന്ന് അങ്ങനെ ചെയ്ത സംഭവങ്ങളുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ ബലാത്സംഗം ചെയ്ത സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബലാത്സംഗം ചെയ്ത് അവരെ നഗ്നരാക്കി വണ്ടിയിൽ കൂടി കൊണ്ടുപോയി അത് ആഘോഷിച്ച് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞ് ഇത് ജൂതന്റെ മേലെയുള്ള വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂവി അതിന്റെ പിക്ചർ എടുത്ത്, വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുന്നു. അതിനുശേഷം ഈ വന്ന കലാപകാരികളിൽ ഒരാള്, നമ്മളെല്ലാവരും കേട്ടതാണ്, അവിടെ നിന്ന് ഒരു അപ്പനെയും അമ്മയും വിളിച്ചിട്ട് ഫോണിൽ പറയുകയാണ്, എൻ്റെ കൈകൊണ്ട് ഞാൻ ഇത്ര ജൂതന്മാരെ കൊന്നു, ഇത്ര ജൂതന്മാരുടെ രക്തം എൻ്റെ കയ്യിലുണ്ട് അപ്പ അമ്മ എന്ന് പറയുമ്പോൾ മറുതലക്കിൽ ഫോണിൽ അപ്പനും അമ്മയും, നീ ഞങ്ങളുടെ മകനാണ്, ഞങ്ങൾ അഭിമാനിക്കുന്നു, ജൂതനെ കൊന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പടർന്ന വീഡിയോകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒക്ടോബർ 7 വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് എപ്പോഴും ഈ ഒരു നാടിനോട് ഒരു വിശ്വാസമുണ്ട്, ഒരു എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ നാട് നമ്മളെ സംരക്ഷിക്കും, ഈ നാടിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിലേറെ നമുക്ക് ഇതൊരു വിശുദ്ധ നാടാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്, ഈ വിശുദ്ധ നാട്ടിൽ നമ്മൾ എപ്പോഴും സംരക്ഷിക്കപ്പെടും എന്ന ഒരു ഉറച്ച വിശ്വാസം ഈ നാടിനോടും അല്ലാതെയുള്ള മതപരമായിട്ടും നമുക്ക് 2 രീതിയിലും ഒരു വിശ്വാസമുണ്ട്. ഇതിനു മുമ്പും പല യുദ്ധങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല യുദ്ധങ്ങളിലൂടെ ഇസ്രായേൽ കടന്നുപോയ സമയങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2021 ഇവിടെ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ഒരു മലയാളി സഹോദരി നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു വലിയ യുദ്ധം വരുന്നതൊക്കെ. അപ്പൊ അന്നൊക്കെ ഇല്ലാതിരുന്ന ഒരു ഭീതിയാണ് ഈ ഒരു 2023 ഒക്ടോബർ 7-ാം തീയതി പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ ഉണ്ടായത്. അന്ന് ആ ഒരു തുടക്ക ദിവസത്തില് ആരും അതിനെക്കുറിച്ച് ഒരു എന്താ പറയാ, ഒരു അറിവില്ലാതിരുന്ന ഒരു സമയത്ത് ഇസ്രായേലിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൈറൻ കേൾക്കുന്നു, യുദ്ധം ഉണ്ടാവും, തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്, രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ടെററിസ്റ്റ് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴും ഈ സൈറൺ എന്ന് പറയുന്നത് നമുക്ക് അത്ര പുത്തരിയല്ല. അപ്പൊ അന്നത്തെ ദിവസത്തെ സൈറണുകളും ഈ ഒരു അപകട സൂചനകളും ഒക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം പോലെയാണ് ഞങ്ങളൊക്കെ കരുതിയത് ആദ്യത്തെ ഒരു ദിവസം. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇസ്രായേലിൽ ഉള്ളിലുള്ള ആൾക്കാർക്ക് പോലും ഒരു 1-1.5 ദിവസം വേണ്ടി വന്നു.
പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞതും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നതും ഒക്കെ ഗാസ ബോർഡറിലുള്ള ആൾക്കാർക്കാണ്. ആ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ അറിയാനായിട്ട് ഒരു 1.5 ദിവസം എടുത്തു. ആ അത്രയും ദിവസം, ആ ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് എല്ലാവരും നല്ല ഭീതിയിലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ എന്നിരുന്നാലും നമുക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളോടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ പിടിച്ചു നിന്നു. ആ 2023 ഒക്ടോബർ 7 തൊട്ട് ഇന്നേ ദിവസം എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആദ്യത്തെ വർഷത്തെ ആ ഒരു ഭീതിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇസ്രായേലിലെ ജൂതന്മാർക്ക് പോലും പെട്ടെന്ന് ഭീതി ഉണ്ടായ ഒരു ദിവസമാണ് 2023 ഒക്ടോബർ 7 എന്ന് പറയുന്നത്. അവർക്ക് പോലും സമയമെടുത്തു ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വന്ന എന്താ പറയുക അപക്വതയും അല്ലെങ്കിൽ അതിൽ വന്ന കുറവുകളും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ എവിടെയാണ് എന്താണ് സംഭവിച്ചത്. ആ ഒരു വിശുദ്ധ ദിവസം തന്നെ തീവ്രവാദികൾ തെരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇത് വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് 1-2 ദിവസം കൊണ്ടുണ്ടായ ഒരു പ്ലാനിംഗ് ഒന്നും അല്ല ഒക്ടോബർ 7 എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. അങ്ങനെ കുറച്ച് സമയങ്ങളിലൂടെയാണ് ആ ഒരു ഒക്ടോബർ 7 2023 ഞങ്ങൾ എല്ലാവരും കടന്നുപോയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു 2 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒത്തിരിയും പേരുടെ കഥകൾ കേട്ടു, ഒത്തിരിയും പേരെ നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്നു. ഈ ഒരു 2 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കൂടുതൽ കോൺഫിഡൻഷ്യലായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ധൈര്യത്തിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.